നമുക്കെല്ലാം ഒരു കാര്യം അറിയാമല്ലോ. ഈ ഇറാൻ അമേരിക്ക യുദ്ധം നിർത്തിച്ചത് പാകിസ്ഥാനാണ്. അത് ഖത്തറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പാകിസ്ഥാനാണ് ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റി മാറുക, വെറുതെ കച്ചറ ഉണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന് അടിയും കൊടുത്തു. മറ്റേ അബ്ബാസ് അരാഗ്ചി, അയാളല്ലേ ഇറാൻ്റെ, അരാഗ്ചിയോട് പറഞ്ഞ് മേലെ അനങ്ങിപ്പോരുതെന്നൊക്കെ പറഞ്ഞ് വിരട്ടി. രണ്ടുപേരും പേടിച്ചു പോയി കേട്ടോ. ഇറാനും പേടിച്ചു, അമേരിക്കയും പേടിച്ചു. പാകിസ്ഥാൻ്റെ ആസിം മുനീർ നടുക്ക് കയറി നിന്നു, ഷഹബാസ് ഷെരീഫ് സൈഡിൽ നിന്നു. നടക്കുകയില്ല, അടി നടക്കുകയില്ല, മര്യാദയ്ക്ക് കരാർ ഒപ്പിടുന്നു പറഞ്ഞു. അങ്ങനെ പേടിച്ച് കുറച്ച് എല്ലാവരും കരാറൊക്കെ ഒപ്പിട്ട്, ചേട്ടാ ഞങ്ങൾ ഇനിയും മര്യാദയ്ക്ക് ജീവിച്ചോളാം, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ഇവരുടെ വഴക്ക് തീർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും എന്തും അവകാശപ്പെടാം, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ. അങ്ങനെ ശരി, എന്തു വൈകിക്കോട്ടെ, അവിടുന്ന് ഊരി. ഇപ്പോഴും ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. അവർക്ക് അതൊരു വ്യത്യാസവുമില്ല, അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ്, അദ്ദേഹം ഒരു നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു വാവളപ്പനാണ്. അതുകൊണ്ട് തന്നെ ആരും പുള്ളിയുടെ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കാറില്ല. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിവിടും പുള്ളി. നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ചറവറാവരുടെ വിമാനം അടിച്ച് താഴെ ഇട്ടു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, അല്ല ചേട്ടാ അതിൻ്റെ വല്ല വീഡിയോ ഇരിപ്പുണ്ടോ? വീഡിയോ ഒക്കെ ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടപ്പുണ്ട്, താൻ നോക്കിക്കോന്നു. സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന വീഡിയോ കണ്ട് വിശ്വസിച്ചാണ് ഡിഫൻസ് മിനിസ്റ്റർ വിമാനം താഴെ വീണെന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ കൊടുത്ത വീഡിയോ ഒന്നുമില്ല. എന്തു വാങ്ങിക്കോട്ടെ, അന്നും ലോകമെമ്പാടും ഈ മനുഷ്യൻ ഒരു ചീത്തപ്പേരുണ്ടാക്കി. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്നോ ഒരു ടി വിക്കാരന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു, അല്ല വെള്ളമില്ലാതെ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്താ ഇതിന് പരിഹാരം എന്ന് ടി വിക്കാരൻ. ഖ്വാജ ആസിഫ് പറഞ്ഞു, അല്ല വെള്ളമില്ലെങ്കിൽ ഇന്ത്യയാണ് വെള്ളം തരേണ്ടത്, വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും. അയ്യോ, ഈ ചോദിച്ച ആൾ ആകെ കൂടെ വഷളായി. എന്താ താൻ പേടിക്കുന്ന, ഇന്ത്യയെ നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല? അല്ല പറ്റും ചേട്ടൻ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ അവസാനിച്ചു. അപ്പോൾ ഇതിങ്ങനെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നിർത്താൻ പറ്റുമെങ്കിൽ ഇന്ത്യയൊക്കെ എന്ത്? ഇതാണ് ഖ്വാജ ആസിഫിൻ്റെ ചിന്ത. പക്ഷേ അയാൾ പറയുന്നതിനകത്തൊരു വിഷമമുണ്ട് കേട്ടോ. വെള്ളമില്ല. നിങ്ങളിപ്പോൾ പത്രത്തിലൊക്കെ വായിച്ച് കാണും എന്നാണ് എൻ്റെ വിചാരം. എൽ നിനോ പ്രതിഭാസം ഇത്തവണ സൂപ്പർ എൽ നിനോയാണ്. അതുകൊണ്ട് മഴ തീരെ കുറവാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, കാലവർഷം തിമിർത്ത് പെയ്യേണ്ട സമയമാണിപ്പോൾ. ഇവിടെ ഞാൻ താമസിക്കുന്ന കൊച്ചിയിൽ ഒരാഴ്ചയായിട്ടുണ്ട് മഴ പെയ്തിട്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് രാത്രി ഒരു 2 മണിക്കൂർ നേരം നിന്ന് പെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നു കാലവർഷം, പുതച്ചു മൂടി കിടക്കാൻ സുഖമുണ്ട്, മഴ പെയ്യുന്നതിൻ്റെ ഒച്ചയും സംഗീതവും കേട്ടുകൊണ്ട് കിടക്കാമല്ലോ. ഇപ്പോൾ വലിയ പെരുമ്പറമുട്ടുന്ന ശബ്ദമാണ്. എല്ലാ വീട്ടിലും മറ്റേ റൂഫ് ഇട്ടിട്ടുണ്ട്, അലൂമിനിയമോ ഇൻഡാലിയോ ഏതാണ്ട് കുന്തമൊക്കെ. അപ്പോൾ അതിൽ ചെണ്ട കൊട്ടുന്ന പോലെയാണ് ഈ മഴ പെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പേടി തോന്നും. പിന്നെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല, ഏത് ശബ്ദവും നമ്മുടെ ചെവിയിൽ കയറി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതങ്ങ് സഹിച്ചും ആസ്വദിച്ചും തുടങ്ങുമല്ല. ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴയങ്ങ് നിന്നു. പിന്നെ ഒരാഴ്ചയായി മഴ പെയ്തിട്ടില്ല. ഇതാണ് കർക്കിടക മാസം വന്ന് തലയിൽ കയറാൻ പോവുക, അപ്പോഴാണ് മഴ കാണുന്നില്ല. അപ്പോൾ ഈ പ്രതിഭാസം ഇന്ത്യ മൊത്തമുണ്ട്. മൺസൂൺ സാരമായിട്ട് കുറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൃഷി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഇപ്പോഴും ഒരു കാർഷിക രാജ്യവും കൂടിയാണ്. തരക്കേടില്ലാത്ത വലിയ കാർഷികോൽപാദനം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ മഴയില്ലെങ്കിൽ കൃഷി തകരാറാകും. നമ്മളുടെ 315 ജില്ലകൾ ഭാരതത്തിലെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്,
മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഈ 3 സംസ്ഥാനങ്ങളെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. 315 ജില്ലകളിൽ 120 ജില്ലകളിൽ വരൾച്ച ഉണ്ടാകും എന്ന് പറയുന്നു. മഴയില്ലാത്ത അവസ്ഥയും വരൾച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ ഒരു ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഇത്ര മില്ലിമീറ്റർ മഴ പെയ്താൽ മാത്രമാണ് പെയ്യുന്നതെങ്കിൽ വരൾച്ച, അങ്ങനെ കണക്കൊക്കെയുണ്ട്. അപ്പോൾ വരൾച്ച ഹിന്ദിയിൽ അകാൽ, സൂഖ എന്നൊക്കെ പറയുന്ന അവസ്ഥ. നമ്മൾ മലയാളത്തിൽ വരൾച്ച എന്ന് പറയും. കേരളത്തിലും തരക്കേടില്ലാത്ത വരൾച്ചയുണ്ടാകും. പിന്നെ കേരളത്തിൽ ഈ കൃഷി എന്നൊക്കെ പറയുന്ന ഒരു ചില്ലറ ഡാൻസ് കളിയാണല്ലോ. അതുകൊണ്ട് ഇടയ്ക്കൊരു ടി വിയിലൊരു വാർത്ത വരും, കുട്ടനാട്ടിൽ ഇത്തവണ കൃഷി മോശം, പാലക്കാട് മൊത്തം വരണ്ടുണങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3 മിനിറ്റ് വാർത്ത വരും. അതിൽ കൂടുതൽ കൃഷിയൊന്നും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് നമ്മളെ ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല. തമിഴ്നാട്, കർണാടക, ആന്ധ്രാക്കാരനൊക്കെ നെല്ലൊക്കെ കൃഷി ചെയ്ത് അരിയാക്കി റെഡിയാക്കി ഇവിടെ പാക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണും. ഇതാണല്ലോ നമ്മുടെ പരിപാടി. അതുകൊണ്ട് എൽ നിനോ നമ്മളെ വലുതായിട്ട് ബാധിക്കില്ല. പക്ഷേ ചൂടെടുക്കും. ചൂട് ലോകം മുഴുവൻ ഭയങ്കര ചൂടാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ തിളയ്ക്കുകയാണ്. 40 ഡിഗ്രി 50 ഡിഗ്രിയൊക്കെയാണ് ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ. സായിപ്പ് ഈ പാളവിശറി എടുത്ത് വീശിക്കൊണ്ടാണ് ടൗണിൽ കൂടെയൊക്കെ നടക്കുന്നത്. ടി വിയിൽ കണ്ടില്ല നിങ്ങൾ? എല്ലാവരും വിശറി എടുത്ത് ഇങ്ങനെ വീശി ഹൂ 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 എന്ന് പറഞ്ഞ് നടക്കുക. കുറേ പേര് വെള്ളത്തിൽ തന്നെ കിടക്കുന്നു, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എണീക്കുന്നില്ല, അവിടെ തന്നെ കിടക്കുന്നു. കാരണം അവർക്ക് ഈ ചൂട് ശീലമില്ലല്ലോ. ഇതാണ് എൽ നിനോ. അപ്പോൾ ഈ എൽ നിനോ പ്രതിഭാസം, ഇതിൻ്റെ പ്രശ്നം നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നിൽക്കും. അതായത് 2027 ബജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് നിർമ്മലാ സീതാരാമന് വലിയൊരു തലവേദനയായിരിക്കും ഈ വിളയുടെ പുറകോട്ടുള്ള അടി. എന്ത് വാങ്ങിക്കോട്ടെ, അത് ഫേസ് ചെയ്യാൻ ദൈവം സഹായിച്ച് നമുക്കൊരു 2 സീസൺ 3 സീസണൊക്കെ ഒരു കുരു നെല്ലുണ്ടായില്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ബഫർ സ്റ്റോക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് പലതും എലി തിന്നും പണ്ടരടങ്ങിയൊക്കെ പോവുകയാണ്. ഇപ്പോൾ ആ അരി എടുത്തിട്ടാണ് ചീത്തയായിപ്പോയി അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് മറ്റേ പെട്രോൾ ചേർക്കാനുള്ള എത്തനോൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇതെന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം FCI ഇത് കുഴിവെട്ടി മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിതിൻ ഗഡ്കരി പറഞ്ഞു, കുഴിവെട്ടി മൂടല്ലേ ചേട്ടാ, ഇങ്ങോട്ട് തന്നേര്, നമുക്കത് എത്തനോളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്. ആ സമയത്താണ് പാകിസ്ഥാനും ഇതേ പ്രശ്നം. നമ്മൾ ഇന്ത്യയെന്നും പാകിസ്ഥാനും ഒക്കെ പറഞ്ഞ് വിഭജിച്ചെങ്കിലും കാലാവസ്ഥയ്ക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. മഴയ്ക്ക് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ ബംഗ്ലാദേശാണോ നോട്ടമൊന്നുമില്ല. പെയ്യേണ്ടടുത്ത് പെയ്യും, ഇല്ലെങ്കിൽ പെയ്യില്ല. ഇതാണ് മഴയുടെ. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇൻഡസ് വാട്ടർ ട്രീറ്റി IWT അത് നമ്മളൊന്ന് അബയൻസിൽ വെച്ചു, പരണത്ത് വെച്ചു എന്ന് സാരം, പച്ച മലയാളത്തിൽ പറഞ്ഞ്. ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ തൽക്കാലം ആ തൂമ്പ പരണത്ത് വയ്ക്കുന്ന അരണ എന്ന് നമ്മൾ പറയുമല്ലോ. ഇതുപോലെ നാരായണൻ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എടുത്തിട്ട് പരണത്ത് വെച്ചു, പിന്നീട് എടുക്കാം. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, പോളാ നീ ആരാ നീ, ഞാൻ കേസ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നിങ്ങളുടെ പെട്ടെന്നുള്ള ഓർമ്മയ്ക്ക് ഞാൻ പറയാം, 6 നദികൾ ചേർന്നാണ് സിന്ധു നദിയായിട്ട് മാറുന്നത്. ആ സിന്ധു നദിയുടെ വെള്ളം പാകിസ്ഥാൻ എത്ര പോകണം, ഇന്ത്യക്ക് എത്ര കിട്ടണം എന്ന് 1960-ലോ 61-ലോ ജവഹർലാൽ നെഹ്റു ഒരു കരാർ എഴുതി. അപ്പോൾ ഇതിൻ്റെ സിന്ധുവിൻ്റെ പോഷക നദികളായ 3 പാകിസ്ഥാനും 3 ഇന്ത്യക്കും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ 6 പുറപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ കുറച്ച് ദൂരം ഒഴുകിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് കയറും, പിന്നെ സിന്ധുവായിട്ട് പിന്നെ അറബിക്കടലിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ അതിൽ 3 നമ്മുടെ നിയന്ത്രണത്തിൽ, 3 അവരുടെ നിയന്ത്രണത്തിൽ. നെഹ്റു ഒപ്പിട്ട് കൊടുത്തത് 80% വെള്ളം പാകിസ്ഥാൻ, 20% ഇന്ത്യക്ക്. എന്തൊരു പോക്കണം കേടാണ് നോക്കണേ. അന്ന് ഉദാര ശിരോമണികളായിരുന്നു നമ്മൾ. പോട്ടെ, പാകിസ്ഥാൻ ഉണ്ടായതല്ലേ ഉള്ളൂ, അല്ല ചേട്ടാ അവർ നമ്മളെ ആക്രമിച്ചതൊക്കെ പോട്ടറാ, വെള്ളം കൊടുക്കുക, അവർക്ക് ഇഷ്ടം പോലെ കിടക്കട്ടെ. 80% പാകിസ്ഥാൻ, 20% ഇന്ത്യക്ക്.
അങ്ങനെ കരാർ എഴുതി. ഇത് കൂടാതെ അന്നത്തെ ഒരു 68 കോടി രൂപ, ഇന്നതിൻ്റെ മൂല്യം 20,000 കോടി വരുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. 68 കോടി രൂപ പലവിധ ഡാം കെട്ടാനും മട്ടൽ വെട്ടാനും ചെളി കോരാനും ഒക്കെ ആയിട്ട് ആ കാശും കൊടുത്തു. ഇങ്ങനെയൊക്കെ പാകിസ്ഥാനെ സഹായിച്ചു നമ്മൾ. അവസാനം പാകിസ്ഥാൻ്റെ ഈ ടെററിസം സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്തെ ബുദ്ധിമാന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇവൻ ഈ വെള്ളം കൊടുക്കുന്ന പരിപാടി നിർത്തിക്കുക ചേട്ടാ, ഇവൻ്റെ തല്ലും കൊള്ളണം, വെടിയും കൊള്ളണം, ഇവൻ്റെ ടെററിസം കൊണ്ട് കിടക്കപ്രതിയില്ല, പൂട്ടിക്കളാകും. അപ്പോൾ നരേന്ദ്രമോദി ഇത് ശരിയാണല്ലോ എന്ന് കരാറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കരാറ്. ഇങ്ങനെ വൺ സൈഡഡായ കരാറും കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളിത് അബയൻസിൽ വയ്ക്കുകയാണ്, മാറ്റി വയ്ക്കുകയാണ്. പിണറായി വിജയൻ പറഞ്ഞ പോലെ മരവിപ്പിക്കുകയാണ്. PM ശ്രീ ഒപ്പിട്ട് വേറെ എന്തോ കാശ് മേടിച്ചിട്ട് പിന്നെ PM ശ്രീ മരവിപ്പിച്ചു എന്ന് പറയില്ല. അങ്ങനെ മരവിപ്പിച്ച് അബയൻസിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ. അബയൻസിൽ വയ്ക്കുക മാത്രമല്ല, കഴിഞ്ഞ പഹൽഗാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം 1.5 ഈ 1.5 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഈ നദികളിലൊക്കെ ഡാം ഉണ്ടായിരുന്നത് എല്ലാം കേടുപാടുകൾ തീർത്ത് റെഡിയാക്കി എടുത്തു, വെള്ളം പിടിക്കാനൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നമ്മൾ കൃത്രിമമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളെടുക്കേണ്ട വെള്ളം 20%ആണല്ലോ, 20% നമ്മളെടുത്തു. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ പാകിസ്ഥാന് കൊടുക്കുക. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും, പാകിസ്ഥാൻ ചോദിക്കുമ്പോൾ തുറന്നു വിടും. ഇതൊക്കെയാണ് സംഭവം. ബട്ട് വെള്ളം മൊത്തം വരവ് കുറഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നതും പാകിസ്ഥാന് കിട്ടുന്നതും ഒരുപോലെ കുറയുമല്ലോ. ഇന്ത്യ പണ്ട് എടുക്കാറേ ഉണ്ടായിരുന്നില്ല വെള്ളം. 80-20 അനുപാതം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ 20 നമ്മൾ എടുക്കില്ല, അതും കൂടെ അവന് കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ തുല്യ സൂക്ഷ്യം ലിറ്റർ കണക്കാക്കിയിട്ട് വെയ്യടാ ഇവിടെ 20% എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആശാന് വെള്ളമില്ല. ആശാനാണെങ്കിൽ ശുദ്ധ ഉഴപ്പനാണ്. ഇവരെന്ത് ചെയ്തു, അന്ന് IWT നമ്മൾ അബയൻസിൽ വെച്ചപ്പോൾ ആസിം മുനീർ പറഞ്ഞു, അവർ അവിടെ ഡാം കെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ മിസൈലിൽ ഞാൻ ഡാം തകർത്ത് കളയുന്നു. ഇന്ത്യക്കാരൻ ചിരിച്ചു. എന്താടാ നീ ചിരിക്കുന്നത്, ഡാം തകർക്കുമെന്ന് പറഞ്ഞു ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആൾ പറഞ്ഞു, അല്ല ചേട്ടൻ ഈ ഡാം എന്താണെന്ന് അറിയാമോ? ഒരു മിസൈൽ കൊണ്ട് ഡാമിൻ്റെ ഒരു മൂല പോലും തകർക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? 100 മിസൈലുണ്ടെങ്കിലേ ഒരു ഡാം തകർക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. 100 എണ്ണം എൻ്റെ കയ്യിലുണ്ടാ, ഞാനതെടുത്ത് നിൻ്റെ തലയിലിടും. അപ്പോഴും ചിരി. ഇത് പിന്നെയും ചിരിക്കുന്നു. 100 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 4000 എണ്ണം നിൻ്റെ തലയിലിടും, നീ ബാക്കി ഉണ്ടാവില്ല, നീ ആകെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് എളിയുന്നത്. ഇങ്ങനെയൊക്കെ അന്നൊരു സംസാരമൊക്കെ നടന്ന് അതങ്ങ് പോയി. ഇപ്പോൾ ഖ്വാജ ആസിഫ് ഇത് കുത്തിപ്പൊക്കിയിരിക്കുകയാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യും. അപ്പോൾ പാകിസ്ഥാൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനാണല്ലോ ഇറാൻ അമേരിക്ക യുദ്ധം നിർത്തിയത് ആണ്. അപ്പോൾ സമാധാനം വെള്ളരിപ്രാവാണ് പാകിസ്ഥാൻ. ആ വെള്ളരിപ്രാവിൻ്റെ വെള്ളം കൂടി മുട്ടിക്കാമോ? ഈ വെള്ളരിപ്രാവ് നാട് നീളം നടന്ന് കരയും, എൻ്റെ പൊന്നിയേട്ടാ ഞാൻ നിങ്ങളുമൊക്കെ ആയിട്ട് സമാധാനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എത്ര കഷ്ടപ്പെട്ടവനാണ്, എൻ്റെ കുടിവെള്ളം ഇന്ത്യ മുട്ടിച്ചത് കണ്ടില്ലേ, എൻ്റെ പിള്ളേർ. അപ്പോൾ വാട്ടർ, ഗിവ് മീ വാട്ടർ എന്ന് പറഞ്ഞ് ചിരട്ടയും പിടിച്ച് ഒരു കൊച്ചു ചെറുക്കൻ, മറ്റേ തൊപ്പിയുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ഇടിയപ്പം തലയിൽ വെച്ച പോലെ ഒരു നെറ്റ് പോലത്തെ ഒരു തൊപ്പി, അത് വെച്ച് ഒരു കൊച്ചു പയ്യനെ ഒരു ചിരട്ടയും കാണിച്ച് ഗിവ് മീ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് AI നിർമ്മിത പടമൊക്കെ കാണിച്ച് ക്യാമ്പയിൻ തുടങ്ങി. ഞാനിത് എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഇവർ ഈ നമ്പർ ഇറക്കും പാകിസ്ഥാൻ, ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ അബയൻസിൽ വെച്ചാൽ ഈ പിള്ളേരെ കാണിച്ച്, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ കിട്ടി. അത് വെച്ചിട്ട് അങ്ങ് മൂപ്പിച്ച് വെള്ളം തരുന്നില്ല, ഞങ്ങളെ പട്ടിണിയാക്കി, ഞങ്ങൾക്ക് ദാഹജലം തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കച്ചറയുണ്ടാക്കും. ഇതാണ്. അപ്പോൾ പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇങ്ങനത്തെ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് വെച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും. ലോകരാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ അഭിനന്ദിച്ചു ഈ കരാർ കഴിഞ്ഞപ്പോൾ. റഷ്യ അഭിനന്ദിച്ചു, ചൈന അഭിനന്ദിച്ചു, ജപ്പാൻ അഭിനന്ദിച്ചു. അഭിനന്ദിക്കാൻ ആർക്കെങ്കിലും വല്ല മുടക്കമുണ്ടോ? വെരി ഗുഡ് എന്നൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞു. ഈ പറഞ്ഞത് ഉള്ളതുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് വരുമെന്നും, എന്താണോ പാവങ്ങൾക്ക് വെള്ളം കൊടുക്കാത്തത് എന്ന് നരേന്ദ്രമോദിയെ വിരട്ടുമെന്നും ഒക്കെയാണ്
പാകിസ്ഥാൻ്റെ സങ്കല്പം. നമ്മളാണെങ്കിൽ വരലാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പുതിയ കൂട്ടുകെട്ടിലാണ്. ഇസ്രായേൽ, ഇന്ത്യ, UAE, റഷ്യ, അങ്ങനത്തെ കൂട്ടുകെട്ടാണ് നമ്മുടെ. ഇനി ഈ പറഞ്ഞ ഒരു കൂട്ടുകെട്ടും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തൻ്റെ ഇടം നമുക്കായി കഴിഞ്ഞു. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്കും മനസ്സിലായി ഇത്രയും ദൂരെ പോയി 10,000 കിലോമീറ്ററൊക്കെ പറന്ന് പോയിട്ട് വലിയ യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ആറ്റം ബോംബ് ഇടുകയാണ്. ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഇരിപ്പുണ്ട് ആറ്റം ബോംബ്. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി നമുക്കുണ്ട്. കാരണം പാകിസ്ഥാനാണ് ആദ്യം ഒരു ആറ്റം ബോംബ് ഇടുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വന്ന് ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് തിരിച്ച് അങ്ങോട്ട് വിടുന്ന പരിപാടി, അതാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. ഇതൊക്കെ ചെയ്ത് നമ്മൾ തരക്കേടില്ലാത്ത ആൾക്കാരാണിപ്പോൾ. പഴയ പോലെ അമേരിക്കയിൽ നിന്ന് ഗോതമ്പും പാൽപ്പൊടിയും ഒന്നും കൊണ്ട് തിന്നുന്ന ആൾക്കാരൊന്നുമല്ല. അതൊക്കെ പഴയ കാലം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ സാധനമൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ PL 480 എന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഒരു സ്കീമുണ്ട്. ആ സ്കീമിൻ്റെ കീഴിൽ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ്, പാൽപ്പൊടി, റവ ഇതൊക്കെ വരും. മഞ്ഞ കളറുള്ള റവ. ആ റവ വെച്ചാണ് സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഈ പാൽപ്പൊടി കലക്കി പാലുമായിട്ട് ഉച്ചയ്ക്ക് പിള്ളേർക്ക് കൊടുക്കും. നല്ല ഉപ്പുമാവാണ് കേട്ടോ. സംഗതി ഇതൊക്കെയാണ്. ഞാൻ തിന്നിട്ടുമില്ല. കാരണം 3 നേരം കഞ്ഞി കുടിക്കാൻ വകയുള്ള ഒരു ഉപ്പുമാവ് തിന്നാൻ ഇരിക്കരുതെന്നാണ് നിയമം. അപ്പോൾ എൻ്റെ വീട്ടിൽ കഷ്ടിച്ച് 3 നേരം കഞ്ഞി ഉണ്ട്. അതുകൊണ്ട് എന്നെ അതിൽ ഇരുത്തുകയില്ല. എന്നാൽ ഇതിൻ്റെ മണം കൊണ്ട് എനിക്ക് വല്ലാത്ത മോഹമൊക്കെ തോന്നും. പക്ഷേ രക്ഷയില്ല. അങ്ങനെ ഞാനത് കഴിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ കഴിക്കുന്നത് കൊതിയോടെ നോക്കി നിന്നിട്ടൊക്കെ ഉണ്ട്. ഏതായാലും ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ത്യ ഇപ്പോൾ സ്വയം പര്യാപ്തമായി. ആയുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. പിന്നെ ഒരു യുദ്ധം നാശനഷ്ടം ഉണ്ടാക്കുമല്ലോ. നാശവും ഉണ്ടാക്കും, നഷ്ടവും ഉണ്ടാക്കും. അത് രണ്ട് വശത്തും ഉണ്ടാവും. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ നാശമൊന്നും ഉണ്ടായില്ല. നഷ്ടങ്ങളുണ്ടായി, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, സത്യമാണ്. ബട്ട് ആൾനാശം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനിയും പാകിസ്ഥാൻ എന്തെങ്കിലും തരികിട കാണിച്ചു കഴിഞ്ഞാൽ പഴയതിലും ഭീകരമായിരിക്കും നമ്മുടെ തിരിച്ചടി. പാകിസ്ഥാനാണെങ്കിൽ അകത്തെന്തൊരു ബഹളമാണ്. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ വൻ ബഹളം. പഞ്ചാബ് മാത്രമാണ് അവരുടെ ശാന്തം. അവരുടെ പഞ്ചാബ്, പാകിസ്ഥാൻ്റെ പഞ്ചാബ്. സിന്ധിൽ വഴക്കാണ്. ബലൂചിസ്ഥാൻ പറയുകയേ വേണ്ട. അതിൻ്റെ അപ്പുറത്ത് വടക്ക് അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് അടിച്ച് ഇവരുടെയൊക്കെ അണ്ടം കീറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ. ചുരുക്കി പറഞ്ഞാൽ 4 പാട് ആക്രമണവും പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടല്ലോ, അയാളുടെ ആൾക്കാരുടെ കച്ചറ വേറെ. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് മൊത്തം വെള്ളത്തിന് പരിഹാരമായി തെഹ്രിബെ താലിബാൻ പാകിസ്ഥാൻ, അവർ അവിടെ വെടിയും പുകയുമൊക്കെ ഉണ്ട്. അവർക്ക് പരിഹാരമായി, അഫ്ഗാനിസ്ഥാന് പരിഹാരമായി, ബലൂചിസ്ഥാന് പരിഹാരമായി, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലെ സമരക്കാർക്ക് പരിഹാരമായി, എല്ലാത്തിനും പരിഹാരമായി. പിന്നെ കാശുണ്ടാക്കാൻ നല്ലത് യുദ്ധമാണ് ചേട്ടാ, കുറേ കാശ് തരണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ നിന്നോ സൗദിയുടെ നിന്നോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ കാശൊക്കെ മേടിക്കാം, അത് ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കാം. ഇതൊക്കെ ചെയ്യാമെന്നുള്ള കാൽക്കുലേഷനിലാണ് പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ പരിപാടി നടക്കില്ല എന്ന് വിവേകമുള്ള ആരെങ്കിലും, ലോകരാജ്യത്ത് ആരെങ്കിലും പാകിസ്ഥാനോട് പറഞ്ഞു കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ അനുഭവിക്കും. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.